ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ വലിയ പരിചയമില്ലാത്ത ഒരു ഫിഷിനെ കുറിച്ചാണ്, സാൽമൺ എന്ന് പറയുന്ന ഫിഷ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും അത് കട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഹോൾസെയിൽ കട ഓപ്പൺ ആയിരുന്നു. അപ്പം കടയിൽ നിന്ന് ഒരു സാൽമന് വാങ്ങിച്ചപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സാൽമന് പൊതുവേ ഇന്ന് വില കൂടുതലായിരുന്നു. എനിക്കൊന്ന് നോയമ്പും അതുപോലെ തന്നെ യുദ്ധവുമൊക്കെ ആയിരുന്നുകൊണ്ട് വില കൂടിയതാണെന്ന് തോന്നുന്നു. ഏതാണ്ട് $6.5 വെച്ച് തന്നെ ഇപ്പോൾ ഒന്നിച്ചെടുത്തത് കൊണ്ട് വിലയായി. അല്ലെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ കടയിൽ തന്നെ ലൂസ് വില $7 അത്. സാൽമൺ പല സൈസുണ്ട്. ഇത് നോർവീജിയൻ സാൽമനാണ്. കനേഡിയൻ സാൽമൺ ഇതിനെക്കാട്ടിലും വിലക്കുറവാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാൽമൺ ഫിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷാണ്. അതായത് ഈ ഫിഷിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫാറ്റ്, അതായത് omega-3 ഫാറ്റി ആസിഡ് കണ്ടൻ്റാണ് ഈ ഫിഷിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അത് വളരെയധികം ഹാർട്ട് ഹെൽത്ത് ബെനിഫിറ്റിന് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള ഒരു ഫാറ്റാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് അറ്റ്ലാന്റിക് അതുപോലെ തന്നെ പസഫിക് സാൽമൺ സ്പീസസ് ആണ് ഉള്ളത്. അതിൽ തന്നെ അറ്റ്ലാന്റിക് സാൽമൺ നമ്മൾ പറയുന്ന ഉടനെ തന്നെ പിന്നെ അത് ഒരു ഡിഫറെൻറ്റ് റീജിയനിൽ, അതായത് വളർത്തിയെടുക്കുന്ന ഡിഫറെൻറ്റ് റീജിയനിലെ അനുസരിച്ചാണ് ഓരോരോ പേരുകൾ. നോർവീജിയൻ, അതായത് നോർവേയുടെ ഭാഗത്തായിട്ട് അത് ഫാം ചെയ്തെടുക്കുന്ന കൊണ്ടുവരുന്ന മീനാണ്. അതാണ് നോർവീജിയൻ സാൽമൺ എന്ന് പറയുന്നത്. അത് ഏറെക്കുറെ വൈൽഡ് സാൽമനുമായിട്ട് ഗുണമേന്മയുള്ള ഒരു ഇനമാണ്. അതുപോലെ തന്നെ പസഫിക് സാൽമൺ സ്പീസീസിൽ പെടുന്ന ഷീനോക്ക്, അതുപോലെ തന്നെ കോഹോ, പിങ്ക്, സോക്കായ്, അങ്ങനെ പല രീതിയിലുള്ള വേറെ സാൽമൺ അതിൻ്റെ ഗുണങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടുള്ള സാൽമനുകൾ അവൈലബിളാണ്. അതിനെല്ലാം പല വിലകളും അതുപോലെ തന്നെ പല ഗുണങ്ങളും രുചികളുമാണ് അതിനെല്ലാം ഉള്ളത്. ഗുണങ്ങളെല്ലാം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടാണ് മെയിൻ കണ്ടൻറ്റ്. പിന്നെ അതിനുള്ള രുചിയിൽ ഉള്ള വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ഏറ്റവും, അതായത് ഇത് കഴിഞ്ഞേ ഉള്ളൂ ബേക്ക് ചെയ്യാനായിട്ടുള്ള മീൻ. അതായത് ഇതിൻ്റെ ശരീരഘടന അതിന് അനുയോജ്യം ബേക്ക് ചെയ്യത്തക്ക രീതി, അതായത് ഇതിൻ്റെ ലെയറായിട്ടുള്ള ഫാറ്റ് അത് വളരെ ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മീറ്റ് കിട്ടും നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഈ മീനിൻ്റെ നമ്പർ 1 പ്രത്യേകത. അതായത് ബേക്ക് ചെയ്യാൻ ഇത് കഴിഞ്ഞേ ഉള്ളൂ ഫിഷ്. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹൈ പ്രോട്ടീൻ റിച്ച് ഫിഷ് കൂടിയാണിത്. ഇനി നമ്മൾ ഇവരെ ഓരോന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഓരോ ദിവസത്തെ ഓരോ കറിക്ക് വെക്കത്തക്ക പോലെ രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണ് പതിവ്. അപ്പോൾ ഇവനെ ഓരോന്നും അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നല്ല വിച്ചാത്തി ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കാര്യം നടക്കുകയില്ല. ഇത് കട്ട് ചെയ്യാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സാൽമൻ്റെ തലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഈ തലയുടെ ഈ ഭാഗം സോഫ്റ്റ് ബോണാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കടിക്കാൻ പറ്റുന്ന സാധനമാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ബോണാണ്. ഇതിൻ്റെ ചെകളയും തലയും അതൊക്കെ നമ്മളിങ്ങനെ മാറ്റി വേസ്റ്റായിട്ട് ഇടുക. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ്, അതായത് ഫിഷ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഏറ്റവും നല്ല വളമാണ്, ഓർഗാനിക് വളമാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഭാവിയിൽ. അപ്പോഴത് ഫിഷ്
അതിനു മുമ്പേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഫിഷ് ഫെർട്ടിലൈസർ, അതായത് നമുക്കിതിൻ്റെ മിശ്രിതമൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ലിക്വിഡായിട്ട് നമുക്ക് ഫിഷ് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതിൻ്റെ വേസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. വേസ്റ്റൊന്നും വലുതായിട്ടൊന്നും ഇതിനില്ല, ഇതുമൊക്കെ ഉള്ളൂ. ഇനിയും ഇത് പല രീതിയിൽ കട്ട് ചെയ്യും. ഇവിടെ സ്റ്റോറിലൊക്കെ വരുന്ന അതായത് നമുക്ക് ബേക്ക് ചെയ്യത്തക്ക പോലെ ഇതിനെ രണ്ടായിട്ട് കീറിയെടുത്ത് ഫിലെ ആയിട്ട് ആണ് സ്റ്റോറുകളിൽ വരുന്നത്. അതിൻ്റെ പിൻ ബോൺ കൊണ്ട് അതെല്ലാം എടുത്താണ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് നമ്മുടെ രീതിയിൽ കറി വെക്കാനായിട്ട് ഓരോ കഷ്ണമായിട്ട് മുറിച്ച് സിപ്പ് ലോക്ക് ബാഗിനകത്തിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ ഓരോന്നെടുത്ത് കറി വെക്കുക. അതാണ് നമ്മുടെ രീതി. അല്ലാതെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കഷ്ണമാക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോഴേ സൂക്ഷിക്കാനായിട്ട് നമ്മളിതങ്ങ് ഫ്രീസറിൽ ഇതേ മോഡലങ്ങ് വെക്കുന്നെന്നുള്ളതേ ഉള്ളൂ. കട്ടിങ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി കളയാൻ അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഒരു ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കിനിയും ഓരോ ദിവസവും നമുക്ക് ഒരു വീടിൻ്റെ ആവശ്യത്തിനുള്ള കറിക്ക് എന്തോ ആണ് ആവശ്യം, അതനുസരിച്ച് നമ്മൾ ഫ്രീസർ ബാഗിൻ്റെ അകത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇവനെ ഞാൻ ഇനി ഓരോ ഫ്രീസർ ബാഗിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഫിഷ് ഇത് ഞാൻ ഫിലെ, അതല്ലെങ്കിൽ ഫിലെന്നോ ഫിലറ്റെന്നോ എങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിൽ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നത് ഇച്ചിരി ശ്രമകരമായ പരിപാടിയാണ്. അതിന് നല്ല കത്തി വേണം, കത്തിയെ ആശ്രയിച്ചിരിക്കും. ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, നടക്കുമോ ഇല്ലയോ എന്ന്. നടന്നില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും മീനകത്ത് ചെല്ലണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിനി അതുകൂടെ ഒന്ന് കാണിക്കുക. അതുപോലെ തന്നെ ഈ തല ആദ്യമേ അങ്ങോട്ട് വെട്ടി മാറ്റി ഇതിൻ്റെ പുറകിൽ കൂടെ വേണം പിച്ചാത്തി പോകാനായിട്ട്. കണ്ടല്ലോ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയും ഇത് ഫില്ലയായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനെ ഇങ്ങോട്ട് തിരിച്ചിടുക. ഇതിൻ്റെ ഈ മുതുക് കണ്ടല്ലോ, ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് നെടുകഴിഞ്ഞ് പോരുക. അതിന് നല്ല കത്തി വേണം. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ്
ഫിലെ അല്ലെങ്കിൽ ഫില്ലറ്റ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാനായിട്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വയർ ഭാഗത്ത് പിൻ ബോണുകളുണ്ട്. ആ പിൻ ബോണുകളെല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഫില്ലയ്ക്കകത്ത് ആ പിൻ ബോണുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. പിൻ ബോണുകളെല്ലാം എടുത്താണ് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉള്ള സൈസ് അനുസരിച്ച്, അതായത് അതിൻ്റെ തിക്നെസ്സും എല്ലാം അനുസരിച്ച് അത് മുറിച്ചെടുക്കണം. എന്നിട്ട് ഒരുപോലെ വേകാനുള്ള സൗകര്യത്തിനെല്ലാം അതിൻ്റെ തിക്നെസ് എല്ലാം കണക്കാക്കി വേണം അത് മുറിച്ചെടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് മുറിച്ച് നമുക്കിപ്പം ഫ്രീസറിനകത്ത് സൂക്ഷിക്കാം. ഇനി അടുത്ത പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഉടനെ അതിൻ്റെ ആ ബോണ്, അതായത് മിഡിൽ ബോണ്, ആ ഒറ്റൊരു ബോണേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് തന്നെ സൈഡിലുള്ള വയറിൻ്റെ ഭാഗത്ത് വരുന്ന പിൻ ബോണുകളേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇങ്ങ് ചെത്തിയെടുക്കാം. എന്ന് പറഞ്ഞു വെച്ചാൽ അത്ര ഈസി അല്ല, അത് അറിയണം, അല്ലാണ്ട് വെറുതെ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അതിൻ്റെ വാലും കട്ട് ചെയ്ത് സ്കിന്ന് അവിടെ കൂടിയും നമുക്ക് ബേക്ക് ചെയ്യാം, സ്കിന്ന് ഇല്ലാതെയും ബേക്ക് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫില്ലെ ആക്കിയെടുക്കുന്നത്. ഫില്ലയായിട്ട് വരുന്ന പീസിന് മറ്റുള്ള ഹോളിനെക്കാട്ടിലും വില കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്ന് ഞാൻ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.